എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി നാളെ വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാതെ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് 5 സ്റ്റെപ്പുകളാണ് ഈ ഒരു അപേക്ഷ നൽകാനുള്ളത്. ഒന്നാമത്തേത് രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് ഫിൽ ആപ്ലിക്കേഷൻ, മൂന്നാമത്തേത് പേ ആപ്ലിക്കേഷൻ ഫീ, അതുപോലെ നാലാമത്തേത് അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഞ്ചാമത്തേത് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എന്നതാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള രജിസ്ട്രേഷനും അതുപോലെ ഫിൽ ആപ്ലിക്കേഷനും അതുപോലെ പേ ആപ്ലിക്കേഷൻ ഫീസ് എന്നിങ്ങനെയുള്ള 3 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് നാളെ വൈകിട്ട് 5 മണിക്കകം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് റിസർവേഷൻ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ഏപ്രിൽ 24-ാം തീയതി വരെയാണുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കകം തന്നെ ഈ ഒരു 5 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകൾ കറക്റ്റ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ. കാരണം ഈ ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ, അതായത് നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ഉപയോഗിക്കുന്നത് ഈ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസുകൾ കറക്റ്റാണ്, തെറ്റില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക: എഞ്ചിനീയറിംഗ് കോഴ്സസ്, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സസ്, അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ ഫാർമസി കോഴ്സ് എന്നിങ്ങനെ 4 ഓപ്ഷൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടത് എന്നുള്ളത് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾ നൽകേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. പിന്നീട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പുതിയ കോഴ്സ് ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ചില അവസരങ്ങളിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ ഈ അവസരം നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു കോഴ്സുകളൊക്കെ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ പ്രത്യേകം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു കീം 2024 പ്രവേശന പരീക്ഷയ്ക്കുള്ള 3 സ്റ്റെപ്പുകളായിട്ടുള്ള രജിസ്ട്രേഷൻ, ഫിൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ 24-ാം തീയതിക്കകവും, അതുപോലെ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഡോക്യുമെൻറ്റുകളും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു 5 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.